ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രക്തബന്ധം കൊണ്ടല്ല സ്നേഹത്തിന്റെ ആഴവിളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്തിയുടെ അനീത്തെ ഇവിടെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? ഇവള് നമ്മളെ സ്നേഹിക്കുന്നതിന്. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞിന്റെ വിഷമം നമുക്ക് മനസ്സിലാവേണ്ടതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ ചേച്ചിയെ പോലെ ഞാനും നിങ്ങളോട് പെരുമാറിയിരുന്നെങ്കിലേ നിങ്ങൾ എന്നെ അന്നേ ഇറക്കി വിടില്ലായിരുന്നോ? എന്താ സംശയം? അടിച്ചിറക്കി ശുദ്ധീകരണം നടത്തിയനെ. എന്തിനാ ഇപ്പൊ ഇതൊക്കെ എങ്ങനെ പറയുന്നേ? ആ കുട്ടി പറഞ്ഞൊരു കാര്യം അമ്മ നമ്മളോട് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോ അമ്മൂനും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല, പോരെ? മോളെ, ചിക്കൻ ബോക്സ് പകരുന്ന അസുഖം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് പകരും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് മാത്രല്ല മോളെ, ചിപ്പിമോളുടെ അമ്മയ്ക്ക് നമ്മളോട് വലിയ ദേഷ്യമാ. അസുഖമാണെങ്കിലും ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് സഹായിക്കാൻ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവര് വേറെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കോളും. ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള വീടല്ലേ, അവരാരെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ വിളിച്ച് പറഞ്ഞാ അവരെ ആംബുലൻസ് അയക്കില്ലേ? മോള് പോകുന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. വാ മോളെ, പോ. അപ്പോ ഈ ദൈവം വെറുതെ ഇരിക്കുവല്ലെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. അവരിതൊന്നും അനുഭവിച്ചാ പോരാ, അവരെ സഹായിക്കാൻ ഒരാള് പോലും ചെല്ലാൻ പാടില്ല. എന്റെ അമ്മയെ, എന്തൊരു വേദന ഇത്! സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നേ? കിടന്നിട്ട് പറ്റുന്നില്ല മോളെ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്കൊന്ന് ചാരിയിരിക്കണം. ഞാൻ പിടിക്കാം, അമ്മ എണീക്ക്. മോള് കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്, വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ എന്റെ കൂട്ടുകാരികളെ വിളിച്ചിട്ടുണ്ട്, അവര് വരാന്നും പറഞ്ഞിട്ടുണ്ട്. ആരെയാ? അന്ന് സ്ലീപ്പ് ഓവറിന് വന്ന ആ പിള്ളേരെയാണോ? അവരാരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും അമ്മയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ അമ്മൂനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ആവണി ടീച്ചറിനെയും കൂട്ടി വരാൻ നോക്കാന്നാ അമ്മു പറഞ്ഞത്. അത് വേണ്ടായിരുന്നു മോളെ. എങ്ങനെയെങ്കിലും അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്നെന്ന് ഞാൻ വിചാരിച്ചോളൂ. അമ്മ എന്നെ വഴക്ക് പറയല്ലേ.